അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ചെയ്യാൻ പോണേ നമ്മളുടെ ചാമുണ്ടിക്കാവ് അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് വൈശാഖമേള ആനയൂട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ പതുക്കെ ഞാൻ ഇടാം. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പരിപാടികളൊക്കെ നോക്കാം. എന്ന് ഋഷിമാർക്ക് മനസ്സിലായി. അങ്ങനെ സത്യവ്രതനെയും അവർ പൂജിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ദേവദത്തൻ എന്ന ബ്രാഹ്മണൻ തന്റെ പുത്രൻ കവിയായി എന്ന് കേട്ടപ്പോ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നു. കവിത്വം ഋഷിത്വം എന്ന് പറയുന്നതെല്ലാം നമ്മൾ സാധാരണ കവി മനീഷി മുതലായ വാക്കുകളൊക്കെ ഭാഗവതത്തിൽ കാണാം, അതുപോലെ തന്നെ ഉപനിഷത്തിൽ കാണാം. അതെന്താണ് കവി എന്ന് പറയുന്നത്? കവി എന്ന് പറയുന്നത് ഒരേപോലെ രണ്ട് ദ്വാരങ്ങൾക്കും ഒരേപോലെ ദീർഘമായിട്ട് ശ്വസിക്കില്ലേ? ഒരു ദിവസം ഒരാൾ അതായത് കവിത എഴുതുന്ന മുഴുവൻ കവി എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഏത് വിധേനയാണെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ആയി എന്നുള്ള അധികാരമാണ് ഉണ്ടായത്. എന്നും ക്ലീം എന്നുമുള്ളതെല്ലാം ബീജാക്ഷരങ്ങളാണ്. അനുസ്വാരമാകുന്നത് ദേവിയുടെ ശക്തി സ്വരൂപമാണ്. അപ്പോ ഐ എന്ന് സത്യവ്രതനെ സാക്ഷാൽ ജഗദംബിക അനുഗ്രഹിച്ചു. വാക്കിന്റെ ദേവതയായിട്ട് വാഗീശ്വരി തന്നെ ഐ എന്ന് ചെയ്ത സമയത്ത് അനുഗ്രഹിച്ചു. അപ്പൊ ജനവേദിന് മനസ്സിലാണ് അറിവുണ്ടായിട്ട് മന്ത്രം വെച്ചോളന്നില്ല, അറിവുണ്ടായിട്ട് ജ്ഞാനം വെച്ചോളന്നില്ല, അറിയാണ്ടാണെങ്കിലും നമുക്കത്